ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മൺസൂൺ സെൽഫ് കെയർ ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം. മൺസൂൺ സീസണാണ്, ഹെവി മഴയാണ് എല്ലായിടത്തും. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ഭയങ്കര മഴയാണ്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ടും വരുന്നതാണ് ഈ ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ. എനിക്ക് ബേസിക്കലി ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഹെയർ കെയർ ചെയ്യാനോ ഹെയർ മാസ്ക് ഇടാനോ ഫേസ് പാക്ക് ഇടാനോ ഒന്നും ഒരു മൂഡും ഉണ്ടായിരിക്കില്ല. മഴയൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചുരുണ്ട് കൂടി ഇരിക്കാനാണല്ലോ നമുക്കൊക്കെ ഇഷ്ടം. അപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ അങ്ങനെ മടി പിടിച്ചിരിക്കാൻ പാടില്ല. ഈ മഴക്കാലത്താണ് നമ്മൾ സ്കിന്നിനും ഹെയറിനും ഒക്കെ കൂടുതൽ കെയർ കൊടുക്കേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ സീസണിൽ നമ്മൾ ഓരോ രീതിയിൽ വേണം ഹെയർ ആൻഡ് സ്കിന്നൊക്കെ കെയർ ചെയ്യാനായിട്ട്. മഴക്കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഹെയറിൻ്റെ കേസ് പറയുവാണെങ്കിൽ ഹെയറിൽ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ ഇച്ചി സ്കാൽപ്പ്, ഡ്രൈ സ്കാൽപ്പ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് മഴ സമയത്ത്. മഴക്കാലം എന്ന് പറയുമ്പം ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും അറ്റ്മോസ്ഫിയറിൽ. അപ്പോൾ അത് കാരണം നമ്മുടെ മുടിയിൽ ആ ഒരു മോയ്സ്ചർ നിൽക്കാനും, മോയ്സ്ചർ നിൽക്കുന്ന കാരണം ഡാൻഡ്രഫ് വരാനും, ഡാൻഡ്രഫ് കാരണം ഇച്ചി സ്കാൽപ്പ് ഉണ്ടാവാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മളിപ്പം മഴക്കാലം ആകുമ്പോൾ ഇപ്പം വീടിന് മുറ്റത്തേക്കൊക്കെ ഇറങ്ങേണ്ട ആവശ്യം വരും. അപ്പോൾ ഈ മഴ നമ്മൾ നനയും. അപ്പോൾ ഈ മഴ നനയുമ്പം ആ മഴവെള്ളമൊക്കെ നമ്മളുടെ തലയിൽ വീഴും. ചിലപ്പോൾ നമ്മളത് തോർത്താതെ അങ്ങനെ അങ്ങ് വിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം മുടിയിൽ നനവിരിക്കും. ആ നനവ് കാരണം മുടിക്കായ പോലത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചിരുന്നാൽ നമ്മുടെ ഹെയർ നാശമായിപ്പോവും. അപ്പം നമ്മൾ ഈ മഴയത്തൊന്ന് പുറത്ത് പോയിട്ടൊക്കെ വരും, അപ്പം മുടിയിലൊക്കെ ചെറിയ നനവുണ്ടാകും. അപ്പം പോട്ടെ, അത് കുഴപ്പമില്ല, അതങ്ങ് ഉണങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊട്ടും കെയർലെസ് ആയിട്ട് ഇരുന്നാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിന് പ്രോപ്പർ കെയർ കൊടുക്കണം. ഇപ്പം ഹെയർ ഡ്രയർ ഒക്കെ കയ്യിലുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി ഉണക്കാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ തോർത്ത് വെച്ചിട്ടൊന്ന് തലയൊന്ന് തോർത്തി കൊടുക്കുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഡെയിലി കുളിക്കുന്ന ആളുകളാണെങ്കിൽ മഴക്കാലത്തൊരു 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴോ ഒക്കെ കുളിക്കാനായിട്ട് ശ്രമിക്കുക. ഡെയിലി കുളിക്കുകയാണെങ്കിൽ മുടി നല്ലോണം ഉണക്കേണ്ടി വരും. ഇപ്പം ഹെയർ ഡ്രയർ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ ഒരു ഇഷ്യൂ ഇല്ല, നമുക്ക് ഈസി ആയിട്ട് മുടി ഉണക്കാം. അതല്ല ഇപ്പം അല്ലാതെ ഹെയർ ഡ്രയർ ഒന്നും ഇല്ലാതെ തന്നെ നാച്ചുറലായിട്ട് മുടി ഉണക്കുന്ന ആളുകളാണെങ്കിൽ അത് പാടായിരിക്കും. നമുക്ക് മുടി ഉണങ്ങി കിട്ടാനും ഒക്കെ പാടായിരിക്കും. അതുകൊണ്ട് മാക്സിമം ഒരു 2-3 ദിവസം കൂടുമ്പോഴൊക്കെ കുളിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ കേസ് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ 2-3 ദിവസം കൂടുമ്പോഴാണ് കുളിക്കുന്നത്. ഞാനപ്പോൾ എപ്പോഴൊക്കെ ഹെയർ വാഷ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നല്ലോണം ഓയിലിട്ട് ഷാംപൂ വാഷ് ചെയ്തായിരിക്കും ഞാൻ ഹെയർ വാഷ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ ഓയിലിട്ടിട്ട് ഹെയർ വാഷ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ഷാംപൂ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഓയിൽ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്ത് ഓയിൽ ഫുള്ള് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് പോയില്ല എങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന പോഴ്സിലൊക്കെ ഈ ഓയിലും ഡേർട്ടും ഒക്കെ കൂടെ വന്ന് ക്ലോഗ് ചെയ്തിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ ഇച്ചി സ്കാൽപ്പും ഡാൻഡ്രഫും ഒക്കെ കൂടുന്നത്. അപ്പം നമ്മൾ ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു ടൈമിൽ തന്നെ ഇത് നല്ലോണം കെയർ ചെയ്ത് പോയാൽ മഴക്കാലമൊക്കെ മാറുമ്പോഴും നമ്മുടെ മുടി അതേപോലെ ഹെൽത്തി ആയിട്ട് തന്നെ ഇരുന്നു. അപ്പം ചിലരുണ്ട് നല്ല ഹെൽത്തി മുടിയാണ്, ഡാൻഡ്രഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി മുടിയായിട്ടുള്ളവർ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഹെയർ ലോസ് ഫേസ് ചെയ്യുന്നു, ഡാൻഡ്രഫ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നു. ഈ ഒരു മഴക്കാലം തുടങ്ങിയതോടെ ഹെയർ ലോസും ഡാൻഡ്രഫ് ഇഷ്യൂസും ഒക്കെ ഫേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട. ഇത് കോമൺ ആണ്. ഈ ഒരു ടൈമിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. കാരണം ഇതാണ് അതിൻ്റെ റീസൺ. അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നമ്മുടെ തലയിൽ, സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ ആ ഒരു നനവ് ഫീൽ ചെയ്യുമ്പോൾ ഡാൻഡ്രഫ് നാച്ചുറലി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഹെയർ ലോസും ഡാൻഡ്രഫ് ഇഷ്യൂസും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വൺസ് ഇൻ എ വീക്ക് ഒരു ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പം ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉള്ളവർ ഡാൻഡ്രഫിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യാം. ഞാൻ കൂടുതലായിട്ടും ഫേസ് ചെയ്യുന്നത് ഡാൻഡ്രഫ് ഇഷ്യൂസ് ആണ്. അപ്പോൾ അത് കാരണം ഞാൻ ഉലുവ ഒക്കെ കൂടെ വെച്ചിട്ടുള്ളൊരു ഹെയർ മാസ്ക് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആ ഒരു ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യുന്ന രീതിയും അത് ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതിയും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ തലേന്ന് രാത്രി കുതിർത്ത് വെച്ച ഉലുവയാണിത്. ഒരു 2 ചെറിയ സ്പൂൺ ഉലുവയുണ്ടിത്. ഇതിലേക്ക് നല്ല പുളിയുള്ള തൈരോ മോരോ എന്തെങ്കിലും ആഡ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തൈരൊക്കെ യൂസ് ചെയ്യുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള തൈര് വേണം എടുക്കാൻ. ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പോടുകൂടി ഡയറക്റ്റ് എടുത്ത് തലയിൽ തേക്കരുത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയ പീസ് ആലോവേരയുടെ പൾപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു പകുതി പഴം കൂടെ ഇടുന്നുണ്ട്. ഇത് മുടി സോഫ്റ്റായിരിക്കാൻ ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. നിങ്ങൾക്ക് ഇത്രയും തിക്കായിട്ട് മാസ്ക് വേണ്ട എങ്കിൽ ഉലുവയുടെ അളവ് കുറയ്ക്കാം, പിന്നെ പഴം അവോയ്ഡ് ചെയ്യാം ആൻഡ് കേർഡിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി ഞാൻ ആദ്യം സ്കാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്യാൻ പോകുവാണ്. സ്കാൽപ്പിൽ ഓരോ ഹെയർ പാർട്ടീഷനായിട്ട് എടുത്താണ് ഞാൻ ഈ മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. ഉലുവയും നല്ല പുളിയുള്ള തൈരും ഡാൻഡ്രഫ് മാറാൻ ബെസ്റ്റാണ്. വീക്ക്ലി വൺസ് ഒക്കെ ഈ മാസ്ക് ഇട്ടാൽ വിത്തിൻ 1 മന്ത് കൊണ്ട് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ സ്കാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്തു. ഇനി ഹെയറിൽ അപ്ലൈ ചെയ്യുവാണ്. ഹെയർ കുറച്ച് സ്ട്രാൻഡ്സ് ആക്കി എടുത്ത് അപ്ലൈ ചെയ്യുന്നതാണ് എളുപ്പം. ഞാൻ ഈ മാസ്ക് ഇട്ട് 15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യും, എന്നിട്ടാണ് ഷാംപൂ വാഷ് ചെയ്യുന്നത്. ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ കുറച്ച് പാടാണ് കഴുകി കളയാൻ. പക്ഷെ ഒട്ടും ഡ്രൈ പാർട്ടിക്കിൾസ് ഇല്ലാതെ മുടി നല്ലോണം കഴുകണം, ഇല്ലെങ്കിൽ സ്കാൽപ്പിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഹെയർ ഫുൾ മാസ്ക് അപ്ലൈ ചെയ്തു. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഞാനിത് കഴുകിക്കളയും. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് ഇട്ടിട്ട് ഞാനൊരു കൂടുതൽ നേരമൊന്നും ഞാൻ തലയിൽ വെക്കില്ല. ഒരു 10-20 മിനിറ്റൊക്കെ, മാക്സിമം ഒരു 15 മിനിറ്റൊക്കെ ഞാൻ തലയിൽ വെക്കാറുള്ളൂ. ഇപ്പോൾ ഈ സൈനസൈറ്റിസ് പോലത്തെ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇത് കൂടുതൽ നേരം തലയിൽ വെക്കാൻ പാടില്ല. ഈ തലയിൽ തണുപ്പ് നിൽക്കുമ്പോൾ ജലദോഷം വരുന്ന ആളുകൾ, അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും ഒരു 10-15 മിനിറ്റ് കൂടുതൽ ഈ ഹെയർ മാസ്ക് ഒന്നും തലയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു 15 മിനിറ്റ് മാക്സിമം വെക്കുക, എന്നിട്ട് അത് വേഗം കഴുകിക്കളയുക, ഷാമ്പു ഇട്ട് കഴുകിക്കളയുക. അതിനുശേഷം മുടിയിൽ ഒരു സെറമൊക്കെ തേച്ചിട്ട് നല്ലോണം മുടി ഉണക്കുക. ഹെയർ ഡ്രയർ ഉള്ളവർ അത് യൂസ് ചെയ്തിട്ട് നല്ലോണം മുടി ഉണക്കുക, ഇല്ലാത്തവർ നാച്ചുറൽ എയർ കൊണ്ട് മുടി ഉണങ്ങട്ടെ. സോ അത് മുടി ഉണങ്ങാതെ മുടി കെട്ടി വെക്കുക ഒന്നും ചെയ്യരുത്, ലൂസാക്കി ഇടുക. മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രം കെട്ടി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് സ്കിൻ കെയറിലേക്ക് കിടക്കാം. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ടും ഫേസിലെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫേസ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഈ ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഡേർട്ട് വന്ന് ക്ലോഗ് ചെയ്ത് അവിടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആക്നെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഫേസ് ക്ലീൻ ആക്കി വെക്കുക. ഇപ്പോൾ ഓയിലി സ്കിന്നുള്ള ആളുകളാണെങ്കിൽ എപ്പോഴും ഒരു ബ്ലോട്ടിംഗ് പേപ്പറൊക്കെ യൂസ് ചെയ്ത് ആ ഓയിൽ അബ്സോർബ് ചെയ്ത് വെക്കാനൊക്കെ നോക്കുക. എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ബ്ലോട്ടിംഗ് പേപ്പറൊക്കെ യൂസ് ചെയ്ത് ആ ഓയിലൊക്കെ ഞാൻ കളയാറുണ്ട്. അപ്പം ദിവസവും 2 നേരം ഫേസ് ഒരു ഫേസ് വാഷ് വെച്ചിട്ട് കഴുകണം. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഫേസ് വാഷ് യൂസ് ചെയ്ത് നമ്മൾ ഡെയിലി രാവിലെയും വൈകിട്ടും നമ്മുടെ ഫേസ് നല്ലോണം വാഷ് ചെയ്യണം. എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വെക്കണം. പിന്നെ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകാൻ പാടില്ല. ഒത്തിരി ഡ്രൈ ആയി പോയാൽ നല്ലോണം ഇത് വലിഞ്ഞ് ഫേസിൽ സ്കിൻ ടിഷ്യൂസ് ഒക്കെ വലിഞ്ഞു മുറുകി ഫേസിൽ ഈ ചുളിവ് പാടുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫേസ് ഒത്തിരി ഡ്രൈ ആക്കി വെക്കരുത്. അപ്പോൾ ഒരു ലൈറ്റ് മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യാം. എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു ലൈറ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ഇനി ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ള ആളുകളാണെങ്കിൽ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ സൺസ്ക്രീൻ ഒരിക്കലും ഒഴിവാക്കരുത്. ഇപ്പം മഴക്കാലമാണല്ലോ, വെയിലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ നടക്കുന്നവരുണ്ടാവും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഇപ്പം ക്ലൗഡി ഡേയ്സ് ആണെങ്കിലും UV റേസും സൺറേസും ഒക്കെ നമ്മുടെ സ്കിന്നിൽ പതിക്കാം. ഇപ്പം സണ്ണി ഡേ ആണെങ്കിൽ മാത്രമേ UV റേസ് ഉണ്ടാവൂ, അങ്ങനെയല്ല. ഈവൻ ഇഫ് ക്ലൗഡി ഡേ ആണെങ്കിൽ കൂടി UV റേസ് വരാം. അതേപോലെ ചെറിയ സൺ റേസ് ഒക്കെ വരാം ക്ലൗഡി ഡേ ആണെങ്കിലും. അപ്പോൾ അത് നമ്മുടെ ഫേസിലും സ്കിന്നിലും ഒക്കെ റേഡിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മഴക്കാലം ആണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അപ്പോൾ അതും ഇതേപോലെ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ ഒരു ജെൽ ടൈപ്പ് സൺസ്ക്രീൻ വേണം യൂസ് ചെയ്യാനായിട്ട്. അല്ലാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഭയങ്കര ഹെവി ആയിട്ട് തോന്നിക്കാത്തൊരു ലൈറ്റ് സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസർ വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ സ്കിന്നിൽ കുറേ ലെയേഴ്സ് ഓഫ് പ്രോഡക്റ്റ്സ് ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് ചുറ്റും ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് കുറേ ലെയർ ഓഫ് പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അത് കാരണം സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മിനിമൽ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സും മേക്കപ്പ് പ്രോഡക്ട്സും മാത്രം യൂസ് ചെയ്യുക. ഇപ്പോൾ സ്കിൻ കെയർ പ്രോഡക്ട്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്കതിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് മോയ്സ്ചറൈസർ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ മാത്രമേ ഞാൻ മോയ്സ്ചറൈസർ പറയുന്നുള്ളൂ. ഇപ്പം ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസർ ഒന്ന് തൽക്കാലം ഈ ഒരു റെയിനി സീസൺ കഴിയുന്നത് വരെ മാറ്റി വയ്ക്കാം.
ഇടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഡ്രൈ സ്കിൻ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഒരു ലൈറ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പിന്നെ സൺസ്ക്രീൻ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരും ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവരും മസ്റ്റായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത് രണ്ടും മസ്റ്റായിട്ടും ചെയ്യണം സ്കിൻ കെയറിൽ. പിന്നെ സെറം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ലൈറ്റ് ലെയർ ഓഫ് സെറം കൂടെ അപ്ലൈ ചെയ്യാം. ഇതിനപ്പുറത്തേക്ക് വേറെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒന്നും നമ്മൾ ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മാക്സിമം ഒരു 3 ലെയർ ഓഫ് പ്രോഡക്ട്സ് മാത്രം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതേപോലെ മേക്കപ്പ് ഇടുന്നവരാണെങ്കിലും ലൈറ്റ് മേക്കപ്പ് ഇടാൻ ശ്രമിക്കുക. അപ്പം എൻ്റെ ഒരു സ്കിൻ കെയർ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ആദ്യം ഫേസ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യും. ഫേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസിൽ ഒന്ന് സ്റ്റീം കൊടുക്കും. കാരണം ഇപ്പം ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ടൈമാണ് ഈ ഒരു മഴക്കാലം എന്ന് പറയുമ്പോൾ. സ്റ്റീം കൊടുത്തു കഴിയുമ്പം നമ്മുടെ പോഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഹോം മെയ്ഡ് DIY സ്ക്രബ് ഫേസിലിട്ട് കുറച്ച് നേരം ഒന്ന് ഫേസ് ഒന്ന് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മുടെ ഫേസിലുള്ള ആ ഒരു എക്സസ് ഓയിലും ഡേർട്ടും ഒക്കെ അങ്ങ് പോയിക്കോളും. അതിനുശേഷം എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയതും പിന്നെ എനിക്ക് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസ് മാറ്റാനായിട്ടും വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഞാൻ ഇടും. അപ്പോൾ എൻ്റെ ഈ ഒരു സ്കിൻ കെയർ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്ത DIY സ്ക്രബും DIY ഫേസ് പാക്കും ഒക്കെ ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ ഫേസ് നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് നല്ലോണം കഴുകി ക്ലീൻ ആക്കി. ഇനി ഞാൻ ഫേസിൽ സ്റ്റീം കൊടുക്കാൻ പോകുവാണ്. ഞാനിവിടെ ചെയ്യുന്നത് ഒരു ക്ലീൻ ടവൽ ഹോട്ട് വാട്ടറിൽ മുക്കി എൻ്റെ ഫേസിൽ വെക്കുവാണ്. ഫേസ് സ്റ്റീമർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും സ്റ്റീം ചെയ്യാം. അപ്പോൾ സ്റ്റീമിംഗ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഫേസിലെ പോഴ്സ് ഒക്കെ ഓപ്പൺ ആകും. ഇനി ഒരു ഫേസ് സ്ക്രബ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് കോഫി പൗഡർ എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് ടൊമാറ്റോയുടെ പൾപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫേസിൽ ടാൻ ഉണ്ടെങ്കിൽ ടൊമാറ്റോ പൾപ്പ് യൂസ് ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവാണ്. അതുപോലെ കോഫി പൗഡർ ഫേസ് ബ്രൈറ്റൻ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഫേസ് നല്ലോണം സ്ക്രബ് ചെയ്യുന്നുണ്ട്. ഒരു 2 മിനിറ്റ് സ്ക്രബ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാം. ഇനി ഞാനൊരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യുവാണ്. റാഗി പൗഡർ ഫേസ് പാക്കാണ് ഞാൻ ഇടുന്നത്. ഒരു ചെറിയ സ്പൂൺ റാഗി പൗഡർ എടുത്തു. അതിലേക്ക് കുറച്ച് കേർഡ് ആഡ് ചെയ്തു. പിന്നെ ടൊമാറ്റോ പൾപ്പ് കൂടെ ആഡ് ചെയ്തു. ഇത്രയും മതി. നിങ്ങൾക്ക് വേണ്ട കൺസിസ്റ്റൻസി അനുസരിച്ച് കേർഡ് ആൻഡ് ടൊമാറ്റോ പൾപ്പ് ആഡ് ചെയ്യാം. ഇത് നല്ലൊരു തിക്ക് ലെയർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. എന്നിട്ടൊരു 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് കഴുകിക്കളയാം. ഫേസ് വാഷ് ചെയ്ത് നല്ലോണം തുടച്ചിട്ട് ഒരു സിറമോ മോയ്സ്ചറൈസറോ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഒരു സിറം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ ഒരു മൺസൂൺ ടൈമിൽ ബേസിക് ആയിട്ടും ചെയ്യേണ്ട സ്കിൻ കെയർ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഹെയറും സ്കിന്നും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു മഴക്കാലത്ത് ഉണ്ടാവുന്ന ഹെയർ പ്രോബ്ലംസും സ്കിൻ ഇഷ്യൂസും ഒക്കെ ഒരു പരിധി വരെ തടയാനായിട്ട് പറ്റും. പിന്നെ റെയിനി സീസണിൽ നമ്മൾ നല്ലോണം ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കാലുകൾ. മഴവെള്ളത്തിൽ കൂടെയും ചെളിവെള്ളത്തിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ കാലിന് അത് ഒരുപാട് ദോഷം ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ കാലിന് നല്ലോണം ഒരു കെയർ കൊടുക്കാം. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ കാല് ടേക്ക് കെയർ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. കാല് നല്ലോണം ക്ലീൻ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ഒരു ഫുഡ് സ്ക്രബ്ബർ യൂസ് ചെയ്ത് നല്ലോണം കാലിൻ്റെ ഉപ്പൂറ്റി ഉരച്ചു കൊടുക്കണം. ഫുഡ് സ്ക്രബ്ബർ ഇല്ലെങ്കിൽ ഏതെങ്കിലും കല്ലിലായാലും കാൽ ഉരച്ചാൽ മതി. ഫുഡ് ക്രാക്സ് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കാലിൻ്റെ അടിയിലെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. കാല് നല്ലോണം സോക്ക് ചെയ്തിട്ട് സ്ക്രബ് ചെയ്താൽ ഡെഡ് സെൽസ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ആകും. അപ്പോൾ ഒരു പെഡിക്യൂർ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും വീക്ക്ലി വൺസ്. അതിനുശേഷം കാല് നല്ലോണം മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കണം. ഒരു ഫുഡ് ക്രീമോ അല്ലെങ്കിൽ നോർമൽ ഓയിലോ എന്തും യൂസ് ചെയ്യാം. ഞാനിവിടെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് കാലിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് ചെറിയൊരു മസാജ് കൊടുക്കും. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ ഫുഡ് ഒരു വീക്ക്ലി വൺസ് ഒക്കെ ഒരു പെഡിക്യൂറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ ലൈക്ക് നമ്മൾ ഹെയറിനും സ്കിന്നിനും ഒക്കെ കൊടുക്കുന്ന അതേ ഒരു കെയർ തന്നെ നമ്മുടെ ഫൂട്ടിനും കൊടുക്കണം, നമ്മുടെ കാലിനും കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു പെഡിക്യൂർ, അതും പുറത്ത് പോയി ചെയ്യണമെന്നില്ല, നമുക്ക് വീട്ടിൽ തന്നെ പെഡിക്യൂർ ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഞാനൊരു പെഡിക്യൂർ, വീട്ടിൽ തന്നെ എങ്ങനെ പെഡിക്യൂർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കാർഡ്സിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു മൺസൂൺ ടൈമിൽ ഫോളോ ചെയ്യേണ്ട ഹൈജീൻ ടിപ്സും കുറച്ച് സെൽഫ് കെയർ ടിപ്സും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് നല്ലോണം വെള്ളം കുടിക്കുക.
അപ്പം മഴക്കാലമായിട്ട് എല്ലാവർക്കും വെള്ളം കുടിക്കാൻ നല്ല മടിയാണ്. എനിക്കും അതെ, ഞാനും അങ്ങനെ വെള്ളം കുടിക്കില്ല. നമ്മൾ ചൂട് കാലത്ത് വേനൽക്കാലത്ത് കുടിക്കുന്ന മടമടാന്ന് നമ്മൾ വെള്ളം എടുത്ത് കുടിക്കുമല്ലോ, അതേപോലെ മഴക്കാലത്ത് ആരും അങ്ങനെ വെള്ളം കുടിക്കില്ല. പക്ഷേ മഴക്കാലം ആയാലും നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം. ഡെയിലി ഒരു 2 liters ഓഫ് വാട്ടർ നമ്മൾ കുടിച്ചിരിക്കണം. അതും ഈ കുടിക്കുന്ന വെള്ളം പ്യുവർ വാട്ടർ ആയിരിക്കണം. നല്ലോണം തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം ഈ ഒരു ടൈമിൽ കുടിക്കാനായിട്ട്. അതല്ല ഇപ്പം പ്യൂരിഫയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ലോണം ഫിൽട്ടർ ആയി വരുന്ന വെള്ളം വേണം നമ്മൾ കുടിക്കാനായിട്ട്. മഴക്കാലത്താണ് കൂടുതലും വെള്ളത്തിൽ നിന്നുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം വാട്ടർ കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസ് കൂടുതലുള്ള ഒരു ടൈമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. പിന്നെ ഈ വഴിയോര കച്ചവടക്കാരിൽ നിന്ന് ഈ ഒരു ടൈമിൽ ഈ ജ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങി കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് അറിയില്ല അവരെങ്ങനത്തെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വാട്ടർ ബോൺ ഡിസീസസ് ഒക്കെ കൂടാൻ ചാൻസ് ഉള്ള ഒരു ടൈം ആയതുകൊണ്ട് അധികം റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഇടുന്ന ക്ലോത്ത്സ്, നമ്മൾ ഇടുന്ന വസ്ത്രം നല്ലോണം ഉണങ്ങിയ വസ്ത്രമായിരിക്കണം നമ്മൾ ഇടുന്നത്. ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു മെയിൻ പ്രോബ്ലം ആണ് തുണി ഉണക്കാൻ പറ്റാത്തത്. നമ്മൾ തുണിയൊക്കെ കഴുകിയിടും, പക്ഷേ ഇത് വെയിലില്ലാത്തത് കാരണം നമുക്ക് നല്ലോണം ഉണക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം മെഷീനിൽ കഴുകുന്ന ആളുകളാണെങ്കിൽ ഡ്രൈ ചെയ്തായിരിക്കും നമുക്ക് തുണി കിട്ടുന്നത്. എന്നിരുന്നാലും ആ വെയിൽ കൊള്ളിക്കാതിരിക്കുമ്പം തുണിയിൽ കുറച്ച് ഡാംനെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ആ ഒരു ഈർപ്പം ആ തുണികളിൽ നിൽക്കും. അപ്പം അങ്ങനെ ആ ഒരു ഈർപ്പത്തോടു കൂടി ആ തുണി എടുത്ത് നമ്മൾ ഇടുമ്പോൾ നമുക്ക് സ്കിൻ ഇൻഫെക്ഷൻസും സ്കിൻ ഇഷ്യൂസും സ്കിന്നിൽ ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ അണ്ടർ ഗാർമെന്റ്സ് ഒരു കാരണവശാലും നനവുള്ള അണ്ടർ ഗാർമെന്റ്സ് ഇടാനേ പാടില്ല. പിന്നെ ഭയങ്കര സീരിയസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, ഇൻഫെക്ഷൻസും അങ്ങനത്തെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും. എസ്പെഷ്യലി അണ്ടർ ഗാർമെന്റ്സ്, ഒരിക്കലും നനവുള്ള അണ്ടർ ഗാർമെന്റ്സ് ഇടാനേ പാടില്ല. ഇനിയിപ്പം ചെറിയ നനവൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഷൂസ് ഒന്നും ഇട്ട് മഴക്കാലത്ത് നടക്കരുത്. കാരണം അത് നമ്മുടെ കാലിനൊട്ടും നല്ലതല്ല. ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിലും ലൈക്ക് ഷൂവും സോക്സും ഇട്ടിട്ട് പോകുന്നവരുണ്ടാവും. അത് അവർക്കൊരു ശീലമാണ്. ഏത് കാലാവസ്ഥയാണെങ്കിലും ഷൂവും സോക്സും മാത്രമേ ഇട്ട് പോകുക, അങ്ങനെയുള്ളവരുണ്ട്. സോ അതങ്ങനെ ശീലമായവരുണ്ട്. അപ്പം മാക്സിമം ഷൂ ഇട്ട് മഴക്കാലത്ത് ഇറങ്ങാതിരിക്കുക. കാരണം ഈ മഴ പെയ്ത് നമ്മുടെ കാലൊക്കെ നനയും, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ നമ്മുടെ കാല് നനയും. അപ്പം ആ ഷൂവിൽ അങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ കാല്. അപ്പം കാലിൽ ഇപ്പം നഖത്തിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ ഈ അഴുക്ക് കയറാനും അത് കാരണം കുഴിനഖം ഉണ്ടാവാനും അങ്ങനെ നഖത്തിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കഴിയുന്നതും ഷൂവും സോക്സും ഒന്നും ഇട്ട് മഴക്കാലത്ത് പുറത്ത് നടക്കാതിരിക്കുക. പിന്നെ ഇപ്പം നോർമൽ ചപ്പലിട്ട് പുറത്ത് പോകുന്നവരാണെങ്കിലും തിരിച്ചു വന്നിട്ട് ഉടനെ നല്ലപോലെ കാല് നല്ലോണം ക്ലീൻ ആക്കി വെക്കുക. ചെളിയോടുകൂടി കാല് വെക്കരുത്. അതും ഇതേപോലെ നഖത്തിൻ്റെ ഇടയിൽ അഴുക്ക് കയറി കുഴിനഖം ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കാല് നല്ലോണം വൃത്തിയായിട്ട് കഴുകുക. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഫുഡ് കെയർ ഒക്കെ ചെയ്യുക. ഇനി ഒരു മഴക്കാലത്ത് മാക്സിമം ഹോട്ടൽ ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഹോട്ടൽ ഫുഡ് കഴിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കടയിൽ പോയിട്ട്, മീൻസ് നമുക്കറിയാം ഈ ഒരു കട നല്ലൊരു അവർ ഹൈജീനിക് ആയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ നമുക്ക് വിശ്വാസമുള്ള കടകളിൽ നിന്ന് പോയി ഫുഡൊക്കെ വാങ്ങി കഴിക്കുക. അല്ലാതെ മാക്സിമം ഈ ഒരു മൺസൂൺ ടൈമിലൊക്കെ ഹോട്ടൽ ഫുഡ്സ് ഒക്കെ കഴിവതും ഒഴിവാക്കുക. വീട്ടിൽ നമ്മൾ വൃത്തിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണം മാത്രം കഴിക്കുക. കാരണം നമുക്കറിയില്ല ഹോട്ടലുകാർ എങ്ങനത്തെ വെള്ളമൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നമുക്കറിയില്ല. ഇപ്പം വാട്ടർ ബോൺ ഡിസീസസ് ആണ് ഈ ഒരു മഴക്കാലത്ത് കൂടുതലും സ്പ്രെഡ് ആവുന്നത്. അപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ടൈമിൽ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മെയിനായിട്ടും ചെയ്യേണ്ടത് ഈ ഹോട്ടൽ ഫുഡ്സ് അല്ലെങ്കിൽ വഴിയോര കടകളിൽ നിന്നുള്ള വെള്ളം വാങ്ങി കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഈ ഒരു ടൈമിലൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മഴക്കാലമാണ്, അസുഖങ്ങളും ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലുള്ള ഒരു ടൈമാണിത്. അപ്പം അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഹെൽത്ത് നല്ലോണം ശ്രദ്ധിക്കുക. നല്ല വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ ഫുഡ് കഴിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടുതൽ കഴിക്കാൻ നോക്കുക. നമ്മുടെ ബോഡിക്ക് ഒരു ടൈമിൽ വേണ്ടത് കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെയാണ്. അപ്പം ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. അപ്പം ഈ ഒരു ഇമ്മ്യൂണിറ്റി നമുക്കുള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി ഈ ഇൻഫെക്ഷൻസിനെയും ഡിസീസസിനെയും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുള്ളൂ. പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അതൊന്നും മുടക്കാതെ ഇരിക്കുക, അതൊക്കെ റെഗുലറായിട്ട് എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുക. ഞാൻ 1-2 ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഡ്രിങ്ക് റെസിപ്പീസ് ഒക്കെ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് മഴക്കാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും അറിയാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മഴക്കാലം കഴിയുന്നത് വരെ ഇതൊക്കെ ഒന്ന് മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. അപ്പം നമുക്ക് മാക്സിമം ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ ഹെൽത്തി ആയിട്ട് വയ്ക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഞാൻ എങ്ങനെയാണോ സെൽഫ് കെയർ ചെയ്യുന്നത്, എൻ്റെ ഹെയറും സ്കിന്നും ഒക്കെ ഞാൻ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. So thank you for watching. See you in my next vlog. Bye bye.